അറിയാതെ വന്നു നീ. അവൻ്റെ ചോദ്യം കേട്ട് എന്തു മറുപടി പറയണമെന്നറിയാതെ നിൽക്കായിരുന്നു ആ നിമിഷം ആരതി. അപ്പോഴിതെങ്ങനെയാണ് അറിഞ്ഞത്? എന്താണ് മറുപടി പറയേണ്ടത് എന്ന് ഒരു നിമിഷം ആലോചിച്ചിരുന്നു ആരതി. ആരതി, ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? അവളുടെ മുഖത്തേക്ക് നോക്കി ഒന്നുകൂടി അവൻ ചോദിച്ചു. കേട്ടു. അത് അത് നീ വക്കിത്തപ്പാതെ എന്നോട് കാര്യം പറ. അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു. ശരിയാണ്, അവൾക്ക് ഏട്ടനെ ഇഷ്ടമാണ്. ഏട്ടനെ ഇതെങ്ങനെ അറിഞ്ഞു? അവൾ പറഞ്ഞു. എങ്ങനെയോ അറിഞ്ഞോട്ടെ. നീ അതിനവളെ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നോ ചെയ്തത്? അത് പിന്നെ ഏട്ടാ, അവളൊന്ന് നാവ് കടിച്ചു. എന്തു മറുപടി പറയും? അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലെന്ന് നിനക്ക് അറിഞ്ഞൂടെ? അത് പിന്നെ ഏട്ടാ, അവൾക്ക് കുറേ നാളായിട്ട് ഏട്ടനോടൊരു ഇഷ്ടമുണ്ട്. അത് നിനക്കറിയാമായിരുന്നുവെങ്കിൽ നീ ആദ്യം പറയേണ്ടത് എന്നോടായിരുന്നില്ലേ? അല്ലാതെ ചുമ്മാ അവളുടെ മനസ്സിൽ മോഹമിട്ട് കൊടുക്കുകയാണോ വേണ്ടത്? അത് ശരിയല്ല മോളെ. ഒരിക്കലും അങ്ങനെ നീ ചെയ്യാൻ പാടില്ലായിരുന്നു. അല്ലെങ്കിൽ എന്നോട് ചോദിച്ചതിന് ശേഷം നിനക്ക് പറയാമായിരുന്നു. ഇതിപ്പോൾ അവളുടെ മനസ്സിൽ നമ്മളായിട്ടൊരു മോഹം കൊടുത്തതുപോലെ ആവില്ലേ? ചെറിയ പ്രായമാണ്. ആവശ്യമില്ലാതെ ഓരോ കാര്യങ്ങൾ മനസ്സിൽ കയറി കൂടിക്കഴിഞ്ഞാൽ പിന്നെ അത് മനസ്സിൽ നിന്ന് പോകുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ചേട്ടൻ അവളെ തിരിച്ച് സ്നേഹിച്ചാൽ ആ പ്രശ്നം തീരില്ലേ? നിസ്സാരം എന്നതുപോലെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. അവൻ അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. നീ പറയുന്നത് പോലെ വെറുതെ ഒരാളോട് തോന്നുന്നതാണോ സ്നേഹം? അങ്ങനെയാണോ നീ മനസ്സിലാക്കിയിരിക്കുന്നത്? അതുമാത്രമല്ല, എനിക്ക് അവളോട് അങ്ങനെ ഒരു ഇഷ്ടവുമില്ല. ഒരിക്കലും അവളെ അങ്ങനെ എനിക്ക് ആ രീതിയിലൊന്നും കാണാനും സാധിക്കില്ല. അപ്പം പിന്നെ ഞാൻ എന്താ ചെയ്യുന്നത്? നിന്നെപ്പോലെ മാത്രമേ അവളെയും ഞാൻ കണ്ടിട്ടുള്ളൂ. അത് പെട്ടെന്ന് മാറ്റാനൊന്നും എനിക്ക് സാധിക്കില്ല. ഏട്ടൻ ഇത്രയും പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാണ്. അവൾ ഏട്ടനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഒരുപാടെന്ന് പറഞ്ഞാൽ ഏട്ടൻ മനസ്സിൽ വിചാരിക്കുന്നതിനുമൊക്കെ ഒരുപാട് കൂടുതൽ. ചേട്ടനോടുള്ള അവളുടെ സ്നേഹം അതെങ്ങനെ പറഞ്ഞു തരണമെന്ന് പോലും എനിക്കറിയില്ല. തുറന്നു പറയാനുള്ള മടി കൊണ്ടാണ് അവൾ പറയാതിരിക്കുന്നത്. പക്ഷെ ആരതി, എൻ്റെ മനസ്സിൽ ഒരാളുണ്ട്. അവൻ രണ്ടും കൽപ്പിച്ച് അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. പെട്ടെന്ന് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ആര്? ഇതുവരെ എന്നോട് ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ലല്ലോ. ഇതുവരെ അഞ്ജലിക്ക് എന്നോട് ഇങ്ങനെ ഒരു ഇഷ്ടമുണ്ടെന്ന് നീ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. അത് പിന്നെ ഞാൻ വിചാരിച്ചത് ഏട്ടൻ എന്നോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുമെന്നാണ്. ഞാനും അങ്ങനെ തന്നെയാണ് വിചാരിച്ചത്. നീ എന്നോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുമെന്ന് അതുണ്ടായില്ലല്ലോ. നീ തന്നെ അഞ്ജലിയെ കാര്യം പറഞ്ഞു മനസ്സിലാക്കണം. വെറുതെ അവളുടെ മനസ്സിൽ ഈ മോഹമിട്ട് വളർത്തണ്ട. അഞ്ജലിയുടെ കാര്യം ഞാൻ ഏറ്റു. അവളെ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിക്കോളാം. പക്ഷെ ചേട്ടൻ്റെ മനസ്സിലുള്ളത് ആരാണെന്ന് എനിക്കറിയണം. ഞാൻ ആരോടും പറയില്ല. പറയില്ലെന്ന് മാത്രമല്ല, ഫുൾ സപ്പോർട്ട് എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. ആരാണെന്ന് പറ. ഓഫീസിലുള്ള ആ ശാരിക ചേച്ചിയാണോ? പുള്ളിക്കാരിക്ക് ഒരു നോട്ടമുണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ? നിങ്ങൾ തമ്മിൽ സെറ്റായോ? അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. ഹേയ്, അവരാരുമല്ല. ഇത് നിനക്ക് നന്നായി അറിയാവുന്ന ഒരാളാ. അതുകൊണ്ടാ പറയാൻ എനിക്കൊരു മടി. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ധൈര്യമായിട്ട് പറ. അവൾ അവനെ പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങി. പറയാം, പക്ഷെ ഫുൾ സപ്പോർട്ട് ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണോ? അതോ നീ കാല് വാരുമോ? ഒരിക്കലുമില്ല. ഭാവിയിൽ എനിക്ക് ചിലപ്പോൾ ഇങ്ങനെയൊരു ആവശ്യം വന്നാൽ എൻ്റെ കൂടെ നിൽക്കാൻ ഏട്ടനല്ലേ കാണൂ. അതുകൊണ്ട് വിശ്വസിക്കാം. എൻ്റെ മോൾ അങ്ങനെ ചിന്തിക്കുകയൊന്നും വേണ്ട. നിനക്കൊരാവശ്യം വന്നാൽ കൂടെ നിൽക്കുമോ ഇല്ലയോ എന്നൊന്നും പറയാൻ പറ്റില്ല. ഇങ്ങനെയൊന്നും പറഞ്ഞില്ലെങ്കിലും ഞാൻ കൂടെ നിൽക്കും. പക്ഷെ ന്യായമല്ലാത്ത രീതിയാണെങ്കിൽ എന്തു വന്നാലും ഞാൻ കൂടെ നിൽക്കില്ല. അവൻ പറഞ്ഞു. സമ്മതിച്ചു. ഏതായാലും ഇക്കാര്യത്തിനെക്കുറിച്ച് പറ. ഇതാരാണെന്ന്? അവൾക്ക് ആകാംക്ഷയായി. അത് നിനക്ക് നന്നായി അറിയാവുന്ന ഒരാളാണ്. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ട് ഗസ് ചെയ്യൂ. ഒരു നാണത്തോടെ അവൻ പറഞ്ഞപ്പോൾ അവൾ അവനെ തന്നെ നോക്കി. ഇങ്ങനെയൊക്കെ അവനെ കാണുന്നത് ആദ്യമാണ്. സാധാരണ തന്നോട് വഴക്ക് പിടിക്കാറുണ്ടെങ്കിലും ഇങ്ങനെ ഒരു രീതിയൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. എപ്പോഴും ഗൗരവമാണ്. തന്നോട് മാത്രമാണ് കുറച്ച് ഫ്രീ ആയി അവൻ ഇടപെടുന്നതെന്ന് തോന്നാറുണ്ട്. അവൾ കുറേ ആലോചിച്ചു. അവൾക്ക് പരിചയമുള്ള ഒരുപാട് പെൺകുട്ടികളുടെ പേരും പറഞ്ഞ്, എന്നാൽ അതൊന്നുമല്ലെന്ന് അവൻ കൈകൾ കൊണ്ട് കാണിക്കുന്നുണ്ടായിരുന്നു. ഞാൻ തോറ്റു. ഏട്ടൻ തന്നെ പറ ആരാണെന്ന്. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. അത് നമ്മുടെ നമ്മുടെ മീനാക്ഷി.
അവനൊരു മടിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞു. അവൾ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. അവളുടെ മുഖത്തെ ഞെട്ടൽ വ്യക്തമായി തന്നെ അവന് മനസ്സിലായി. നമ്മുടെ അപ്പുറത്തെ മീനുവോ? അവൾ വീണ്ടും എടുത്തു ചോദിച്ചു. ആ, അവൻ പറഞ്ഞു. എത്ര നാളായി? അങ്ങനെ ഒരുപാട് നാളൊന്നും ആയിട്ടില്ല. ഇന്ന് ജസ്റ്റ് സ്റ്റാർട്ടായതേ ഉള്ളൂ. അപ്പം തന്നെ നിന്നോട് പറയാമെന്ന് വിചാരിച്ചതാണ്. കള്ളച്ചിരിയോടെ അവൻ പറഞ്ഞു. അപ്പം അവളാണ് അഞ്ജലിയുടെ കാര്യം ഏട്ടനോട് പറഞ്ഞതല്ലേ? ആരതി അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അവൻ അവളെ നോക്കി ഒന്ന് ചിരിച്ചു കാണിച്ചു. അമ്പടി കള്ളി, അവൾ ആള് കൊള്ളാലോ. ഞങ്ങളുടെ കൂടെ നിന്നിട്ട് അവളെ സ്പൈ വർക്ക് ചെയ്യായിരുന്നു അല്ലേ? അണ്ടർഗ്രൗണ്ടിൽ കൂടി ലൈൻ വലിക്കുന്ന രീതി. ആരതി പറഞ്ഞു. പൊടി, അങ്ങനെയൊന്നുമില്ല. അവൾക്ക് എന്നെ ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നിയിരുന്നു. എനിക്ക് പിന്നെ ആദ്യം കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു. ഞാൻ എൻ്റെ ഇഷ്ടം പറഞ്ഞപ്പോഴേക്കും അവൾക്കൊരു ചായമുണ്ടെന്ന് തോന്നി. ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷെ ശരിക്കും ഇഷ്ടമായിരുന്നു. അവനൊരു കുസൃതിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. നിനക്ക് അവളെ ഇഷ്ടമല്ലേ? അവളൊരു പാവമല്ലേ ചേട്ടാ? എനിക്ക് സന്തോഷമേ ഉള്ളൂ. അവൾ എൻ്റെ ഏട്ടത്തിയമ്മയായി വരുന്നത് എനിക്ക് സന്തോഷമാണ്. പക്ഷെ അവൾക്ക് ചേട്ടനെ പേടിയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ചേട്ടൻ്റെ അടുത്ത് വരാൻ പറയുമ്പോഴേക്കും ഒരു വെപ്രാളായിരുന്നു അവൾക്ക്. ആദ്യം പേടിയൊക്കെ ആയിരുന്നു. അവനൊരു ചിരിയോടെ പറഞ്ഞു. ഇപ്പോഴോ? ചെറു ചിരിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ ചോദിച്ചപ്പോൾ അറിയാതെ ചിരിച്ചു പോയിരുന്നു അവൻ. അയ്യടാ, കാമുകൻ്റെ ഒരു ചിരി കണ്ടില്ലേ? നീ ഇതാരോടും പറയാൻ നിൽക്കണ്ട കേട്ടോ. ഒന്നാമതേ അവളുടെ അവസ്ഥയൊക്കെ നിനക്ക് അറിയാലോ. ഞാൻ നിന്നോട് പറയാമെന്ന് വിചാരിച്ചതാണ്. നമ്മൾ കാരണം അവൾക്കൊരു പ്രശ്നവും ഉണ്ടാവരുത്. ഞാനായിട്ട് ആരോടും പറയാൻ പോകുന്നില്ല. അമ്മ വല്ലതും അറിഞ്ഞാൽ പിന്നെ അവളെ വീട്ടിൽ കയറ്റില്ല. ചേട്ടനറിയാലോ, ആരതി പറഞ്ഞു. അതാ ഞാൻ പറഞ്ഞത്, നീയായിട്ട് ആരോടും പറയാൻ നിൽക്കണ്ടെന്ന്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു മറ വേണം. നീ ഒന്ന് മനസ്സിലാക്കിക്കോട്ടെ എന്ന് കരുതി മാത്രമാണ് ഞാൻ നിന്നോട് പറഞ്ഞത്. പിന്നെ അവൾക്കൊരു പേടി. ഇതൊക്കെ നീ അറിയുമ്പോൾ നിനക്ക് അവളോട് പിണക്കാകുമോന്ന്. അങ്ങനെ ഒരു ഭയം എന്നോട് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ നിന്നോട് പറഞ്ഞതേ ഉള്ളൂ. അവൻ പറഞ്ഞു. ആ, എനിക്ക് മനസ്സിലായി. ചേട്ടൻ വിഷമിക്കേണ്ട. ആരും അറിയാതെ ഞാൻ നോക്കിക്കോളാം. അവൾ പറഞ്ഞപ്പോൾ സമാധാനമായിരുന്നു അവനും. പിറ്റേന്ന് രാവിലെ ഉറക്കമുണർന്നത് മീനാക്ഷിയുടെ നോട്ടമെത്തിയത് അപ്പുവിൻ്റെ വീട്ടിലേക്ക് തന്നെയായിരുന്നു. അവളുടെ മുറിയുടെ മുൻപിൽ നിന്നാൽ അപ്പുവിൻ്റെ വീടിൻ്റെ പിന്നാമ്പുറം വ്യക്തമായി കാണാം. അവിടേക്ക് തന്നെ നോക്കി. ഇപ്പോൾ എന്തോ എപ്പോഴും അപ്പുവേട്ടനെ കാണാനാണ് മനസ്സിൽ തോന്നുന്നത്. പെട്ടെന്ന് മുഖമൊക്കെ കഴുകി അവൾ അടുക്കളയിലേക്ക് ചെന്നു. അവിടെ നിന്ന് മുത്തശ്ശിയുടെ കാച്ചെണ്ണ ഒരു അല്പം എടുത്ത് തലയിൽ തേച്ചു. വേഗം കുളിക്കാനായി പുറത്തേക്കോടി. പുറത്തെ ബാത്റൂമിൽ കുളിക്കുന്നതാണ് ഇഷ്ടം. ഷവർ ഉള്ളത് അവിടെയാണ്. അകത്ത് ഷവർ വെച്ചിട്ടില്ല. മീനു, അപ്പുറത്തെ മതിലിന് മുൻപിൽ നിന്നുകൊണ്ട് ആരതി വിളിക്കുന്നുണ്ട്. പെട്ടെന്ന് അവളെ കണ്ടപ്പോൾ എന്തോ ഒരു പരിഭ്രമം പോലെ. ആരതി മതിലിലേക്ക് വിളിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ അവൾ ഇട്ടുമാറാനുള്ള ഡ്രസ്സ് കല്ലിൻ്റെ പുറത്തേക്ക് വെച്ച് ആരതിയുടെ അരികിലേക്ക് ചെന്നു. എന്താടി? അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. ഒന്നുമില്ല, എൻ്റെ ഏട്ടത്തിയമ്മയെ ഒന്ന് കാണാൻ വേണ്ടി വിളിച്ചതാണ്. അവളത് പറഞ്ഞപ്പോൾ ഒരു നിമിഷം വല്ലാത്തൊരു അമ്പരപ്പോടെ തന്നെ അവളുടെ മുഖത്തേക്ക് നോക്കിപ്പോയിരുന്നു മീനാക്ഷി. ഇത്ര പെട്ടെന്ന് അവനെല്ലാം പറഞ്ഞോ എന്നൊരു ഭാവം അവളിൽ നിറഞ്ഞു. ഏട്ടൻ ഇന്നലെ എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞു. അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ആരതി പറഞ്ഞു. ഒരു വേള അവളെ അഭിമുഖീകരിക്കാനുള്ള ഒരു മടിയുണ്ടായിരുന്നു മീനാക്ഷിക്ക്. അവൾ പെട്ടെന്ന് മുഖം താഴ്ത്തി കളഞ്ഞു. ഒരു ക്ലൂ എങ്കിലും തരാമായിരുന്നില്ലേ? അങ്ങനെയായിരുന്നെങ്കിൽ ഞാൻ ഇത്രയും ഞെട്ടുമായിരുന്നില്ല. ഇന്നലെ രാത്രി മുഴുവൻ ഞാൻ ഓരോ കാര്യങ്ങളും ആലോചിച്ചു നോക്കി. നിന്റെ നോട്ടത്തിലോ പ്രവൃത്തിയിലോ ഒരിക്കൽ പോലും അപ്പോട്ടന് ഇഷ്ടമാണെന്നുള്ള ഒരു തോന്നൽ പോലും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു എന്നാ ഞാൻ ആലോചിക്കുന്നത്. അവളുടെ മുഖത്തേക്ക് നോക്കി ആരതി പറഞ്ഞു. അത് പിന്നെ ആരതി, ഞാൻ ശരിക്കും... നീ പേടിക്കണ്ട, ഞാൻ നിന്നെ കളിയാക്കിയതൊന്നുമല്ല. എനിക്ക് ഇഷ്ടമാണ് എൻ്റെ ഏട്ടൻ്റെ പെണ്ണായിട്ട് നീ വരുന്നത്. എല്ലാത്തിലും ഇഷ്ടമല്ലേ ചേട്ടന് നിന്നെ? അങ്ങനെ എല്ലാവരെയും ഒന്നും ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലല്ല ഏട്ടൻ. അഞ്ജലിയുടെ കാര്യം ഓർത്തൊന്നും നീ ടെൻഷൻ അടിക്കണ്ട കേട്ടോ. ഞാനതെങ്ങനെയെങ്കിലും അവളോട് പറഞ്ഞോളാം. സത്യത്തിൽ ഓർക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ട്, നിന്റെ കാര്യത്തിൽ സന്തോഷവും. ആരതി പറഞ്ഞു. ഞാൻ അറിഞ്ഞില്ല അവൾക്ക് അപ്പുവേട്ടനെ ഇഷ്ടമാണെന്ന്. ഇന്നലെ ഞാനത് അറിയുന്നത് തന്നെ. നേരത്തെ നിങ്ങൾ ആരെങ്കിലും എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ... അവളൊന്ന് നിർത്തി. പറഞ്ഞിരുന്നെങ്കിൽ നീ അപ്പുവേട്ടനെ ഇഷ്ടപ്പെടാതിരിക്കായിരുന്നു. ആരതി അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. ശരിക്കും ആ ചോദ്യത്തിന് കയ്യിൽ മറുപടി ഇല്ലെന്ന് പറയുന്നതാണ് സത്യം. എങ്കിലും അവളും സ്വയം ഒന്ന് ആലോചിച്ചു നോക്കി. ശരിയാണ്, അങ്ങനെ ഒരു അവസ്ഥ വന്നിരുന്നുവെങ്കിൽ താൻ അപ്പുവേട്ടനെ ഇഷ്ടപ്പെടാതിരിക്കുമായിരുന്നു? ഒരിക്കലുമില്ല. അപ്പുവേട്ടനെ പോലെ തനിക്ക് ആരെയും ഇഷ്ടപ്പെട്ടിട്ടില്ല.
എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും ഈ ലോകത്തോട് മുഴുവൻ യുദ്ധം ചെയ്യാൻ തോന്നുന്നത് പോലെയുള്ളൊരു ഇഷ്ടമാണ് ആളോടുള്ളത്. അത് അവൾ പറയാൻ മടിച്ചു നിന്നു. ഓരോരുത്തർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നുന്നതല്ലേ അത്? ഇതൊക്കെ മനസ്സിൽ തന്നെ തോന്നേണ്ടതാണ്. അപ്പോട്ട് നിന്നോടാണ് ഇഷ്ടം തോന്നിയത്. അഞ്ജലിയുടെ കാര്യത്തിൽ എനിക്കും വിഷമമുണ്ട്. അവൾ കുറേ കാലമായിട്ട് മനസ്സിൽ കൊണ്ട് നടക്കായിരുന്നു. ഞാനും കുറേ മോഹം കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഓർക്കുമ്പോൾ സങ്കടം വരുന്നുണ്ട് എനിക്ക്. എങ്കിലും ഇഷ്ടമുള്ളവരല്ലേ ഒരുമിച്ച് ജീവിക്കേണ്ടത്. ആൾക്ക് ഇഷ്ടപ്പെടുക എന്നതാണല്ലോ പ്രധാനം. ഞാൻ എങ്ങനെയെങ്കിലും അഞ്ജലിയോട് അതൊക്കെ പറഞ്ഞോളാം. അതൊന്നോർത്തു നീ ടെൻഷൻ അടിക്കണ്ട കേട്ടോ. ആരതി അത്രയും പറഞ്ഞപ്പോൾ വല്ലാത്തൊരു മനസ്സമാധാനം തോന്നിയിരുന്നു മീനുവിന്. അപ്പുറത്ത് നിന്ന് മാമി വിളിച്ചപ്പോൾ പൊയ്ക്കോളാൻ പറഞ്ഞു തിരിഞ്ഞു നടന്നവൾ എന്തോ ഓർത്തിട്ടെന്നതുപോലെ തിരിച്ച് ആരതിയുടെ അരികിലേക്ക് വന്നു. എന്താടി? അത് ഇന്നലെ മാമി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അതൊന്ന് അപ്പുവേട്ടനോട് ആരതി പറയാമോ? എന്താ പറഞ്ഞത്? അവൾ ചോദിച്ചു. മിനി പറഞ്ഞ സംശയങ്ങളൊക്കെ അതേപോലെ തന്നെ പറഞ്ഞു കൊടുത്തു. ആ നിമിഷം മീനാക്ഷി ആരതിയോട് എല്ലാം പറഞ്ഞു. കേട്ട് കഴിഞ്ഞപ്പോൾ ചെറിയൊരു ഞെട്ടലുണ്ടായിരുന്നു ആ നിമിഷം ആരതിയിലും. ഇക്കാര്യങ്ങൾ വലുതും അമ്മയുടെ ചെവിയിലെത്തിയാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നായിരുന്നു ആ നിമിഷം ആരതി ഓർത്തത്. ഒരു സംശയമായി ആണെങ്കിലും അമ്മയോട് പറഞ്ഞാൽ പിന്നെ നടക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ആരതിക്കും ഭയം തോന്നിയിരുന്നു. അപ്പോഴെൻ്റെ ജീവിതത്തെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ അമ്മയ്ക്ക് ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. എന്നാണെങ്കിലും അമ്മയുടെ സ്വപ്നങ്ങളിൽ ഒരിക്കലും മീനാക്ഷിയെ പോലെ ഒരു പെൺകുട്ടി ആയിരിക്കില്ല. എപ്പോഴും അമ്മ പറയുന്നത് ഏട്ടൻ്റെ കല്യാണക്കാര്യത്തെക്കുറിച്ചാണ്. ഒരുപാട് ബന്ധുക്കളൊക്കെ ഉള്ള, ഒരുപാട് സ്വത്തും പണവും ഒക്കെയുള്ള വീട്ടിൽ നിന്ന് ചേട്ടനെ കല്യാണം കഴിപ്പിക്കണമെന്ന് പല ബന്ധുക്കളോടും അമ്മ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും മീനാക്ഷിക്ക് അവിടെ ഒരു ചാൻസ് ഉണ്ടാകില്ലെന്ന് ഉറപ്പായിരുന്നു ആരതിക്ക്. പക്ഷേ അത് അവളോട് പറയാനും വയ്യല്ലോ. അത് ചിലപ്പോൾ ഒരു സംശയത്തിൻ്റെ പുറത്ത് പറഞ്ഞതായിരിക്കും. നീ ഒരു കാര്യം ചെയ്, തൽക്കാലം ഇവിടെയൊക്കെ വെച്ച് അപ്പോട്ടിനെ കണ്ടാൽ വലിയ മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട. വെറുതെ ഒരു സംശയത്തിന് ഇട കൊടുക്കണ്ടല്ലോ. നിങ്ങളുടെ കാര്യത്തിൽ എന്താണെങ്കിലും ഒരു തീരുമാനം അപ്പോട്ടിന് എടുത്തിട്ടുണ്ടാവും. അതുവരെ തൽക്കാലം ആർക്കും ഒരു സംശയവും കൊടുക്കണ്ട. ആരതി പറഞ്ഞപ്പോൾ മീനാക്ഷി തലയാട്ടി കാണിച്ച് തിരികെ പോകാൻ തുടങ്ങി. മുറിയിലേക്ക് ചെന്നതും അപ്പു പോകാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിനക്കിന്ന് സ്കൂളിൽ പോകണ്ടേ? അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അപ്പു ചോദിച്ചു. പോകുന്നില്ല. അതുകൊണ്ട് ഇന്ന് പോവണ്ടേ എന്ന് അമ്മ പറഞ്ഞു. അപ്പോൾ റെസ്റ്റാണ്. അവൻ ചിരിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അതെ അതെ. അവൾ തലയാട്ടി സമ്മതിച്ചു. ഒരു പ്രശ്നമുണ്ട്. ഇപ്പം മീനുവിനെ കണ്ടിരുന്നു. അവൾ പറഞ്ഞതും ഒരു നിമിഷം അവനൊന്ന് ഞെട്ടി. ശേഷം അവളുടെ മുഖത്തേക്ക് നോക്കി. എന്ത് പ്രശ്നം? അവൻ അവളോട് ചോദിച്ചു. അതെ, മിനിയാനിക്ക് ചില സംശയമൊക്കെ ഉണ്ടത്രേ നിങ്ങളുടെ കാര്യത്തിൽ. ഞങ്ങളുടെ കാര്യത്തിലോ? ഞങ്ങളുടെ കാര്യത്തിൽ എന്ത് സംശയം? അവൻ മനസ്സിലാവാതെ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. മീനാക്ഷി പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ അവനോടായി അവൾ പറഞ്ഞു. അപ്പം ഇനി വളരെ സൂക്ഷിച്ചു വേണം മീനുവിനോട് ഇടപെടാനല്ലേ? അവൻ ചോദിച്ചു. അതെ, ഇല്ലെങ്കിൽ പഠിക്കൽ കൊണ്ടുവന്ന് കൂടെ മുടച്ചതുപോലെയാകും. അമ്മയുടെ സ്വഭാവം അറിയാലോ. അതുകൊണ്ടൊക്കെയാണ് ഞാൻ കുറേയൊക്കെ അവളോട് ഇഷ്ടം മറച്ചു പിടിച്ചതും. അമ്മയുടെ സ്വഭാവത്തെക്കുറിച്ച് ഡയറക്റ്റായിട്ട് അവളോട് ഞാൻ പറഞ്ഞിട്ടില്ല. അവൾ പേടിച്ചു പോയാലോ? മാത്രമല്ല എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ മതി അവൾക്ക് ടെൻഷൻ അടിക്കാൻ. വെറുതെ എന്തിനാ ഞാനായിട്ട് അവളെ ടെൻഷൻ അടിപ്പിക്കുന്നതെന്ന് കരുതിയാണ് പറയാതിരുന്നത്. പിന്നെ അവൾക്ക് ചെറിയൊരു സംശയമുണ്ട്, ഞാൻ അവളെ പറ്റിച്ചിട്ട് പോകുമെന്ന്. അതെന്തായാലും ഉള്ളിലുണ്ടാവും. ഏതായാലും കുറച്ച് സൂക്ഷിച്ചും കണ്ടുമൊക്കെ മുൻപോട്ട് പോയാൽ മതിയല്ലേ? അപ്പു പറഞ്ഞു. സമ്മതിച്ചെന്നതുപോലെ ആരതി തലയാട്ടി. ഇനി ഞാനൊരു കാര്യം സീരിയസ് ആയിട്ട് ചോദിക്കട്ടെ? അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. എന്താ? നമ്മുടെ അമ്മയുടെ സ്വഭാവം വെച്ച് ഒരിക്കലും മീനുവിനെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരാൻ സമ്മതിക്കുന്നില്ലെന്ന് നമുക്ക് രണ്ടുപേർക്കും അറിയാം. എന്നേക്കാൾ നന്നായി ചിലപ്പോൾ ഏട്ടന് അറിയാമായിരിക്കും. എന്നിട്ടും ചേട്ടൻ ഈ ഒരു ബന്ധത്തിന് മുൻകൈ എടുത്തുവെങ്കിൽ അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഏട്ടന് തോന്നുന്നുണ്ടോ മീനാക്ഷി നമ്മുടെ അമ്മ അക്സെപ്റ്റ് ചെയ്യുമെന്ന്? അച്ഛൻ ചിലപ്പോൾ പറഞ്ഞാൽ മനസ്സിലാക്കുന്ന കൂട്ടത്തിലായിരിക്കും. പക്ഷെ അമ്മ ഏട്ടൻ്റെ കല്യാണത്തെക്കുറിച്ച് ഇങ്ങനെയൊന്നും അല്ല കരുതിയിരിക്കുന്നത്. ആ സങ്കല്പങ്ങളിൽ ഒന്നുമുള്ള കുട്ടിയല്ല മീനാക്ഷി. കഴിഞ്ഞ ദിവസം കൂടി അമ്മ നമ്മുടെ ലിലിയാനോട് പറയുന്നത് ഞാൻ കേട്ടതാ. ചേട്ടൻ്റെ കല്യാണം അവർ പറഞ്ഞപ്പോൾ അപ്പുവിന് കല്യാണം ആലോചിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എന്താണ് പറഞ്ഞതെന്ന് അറിയോ? അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. ഇല്ല, എന്താ പറഞ്ഞത്? അവൻ കണ്ണുകൾ ചുരുക്കി പെട്ടെന്ന് അവളെ ഒന്ന് നോക്കി. തുടരും. എനിക്ക് പനിയാണ് കേട്ടോ, അതിൻ്റെ ഒരു ക്ഷീണമുണ്ടേ. നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഇട്ടത്.